എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. സന്തോഷവും സമൃദ്ധവുമായിരിക്കുന്ന നല്ലൊരു ദിവസമായി ഇന്നത്തെ ദിനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ യുദ്ധവും കെടുതിയും ദുരന്തവും അനുഭവിക്കുന്ന പാലസ്തീനിലെയും ഇറാനിലെയും യമനിലെയും ലിബിയയിലെയും സിറിയയിലെയും ഒക്കെ ജനങ്ങൾ വലിയ കഷ്ടപ്പാടും വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ്. അത് അവസാനിക്കട്ടെ എന്നുള്ളതും യുദ്ധവിരാമം ഉണ്ടാവട്ടെ എന്നുള്ളതും ഇറാൻ്റെ വിജയപ്രഖ്യാപനത്തോടു കൂടിയുള്ള ഒരു യുദ്ധവിജയമാണ് നമ്മൾക്ക് വേണ്ടത്. അതല്ലാതെ ഇറാൻ പരാജയപ്പെടുന്ന ഒരു വിജയം ഉണ്ടായതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാര്യം ബാക്കിയുള്ള എല്ലാ രാജ്യവും ഇപ്പോഴത്തെ അതേ അവസ്ഥയിൽ ഫലസ്തീൻ്റെ അവസ്ഥയിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ മാറാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. സർവാധിപത്യം അമേരിക്ക അവിടെ ഉണ്ടാക്കിയെടുക്കും. അതിനെ എതിർക്കാൻ വേണ്ടി ഒരു മുസ്ലിം രാജ്യം പോലും തയ്യാറാവില്ല. ആകെ ഇപ്പോൾ ഉള്ളത് ഇറാനാണ്. ഇറാൻ വീണ് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾക്ക് യുദ്ധം അവസാനിക്കണം. നമ്മുടെ പ്രവാസികളായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആർക്കും കെടുതിയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇറാൻ്റെ വിജയത്തോടു കൂടിയാണ് യുദ്ധം അവസാനിക്കേണ്ടത്. വെറുതെ യുദ്ധം അമേരിക്കയും ഇസ്രായേലും വിജയിക്കുന്ന തരത്തിലും ഇറാനെ പരാജയപ്പെടുത്തിയിട്ടുള്ള യുദ്ധവിരാമം ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കാര്യം ഇത്ര വേറെ കാര്യങ്ങളൊക്കെ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടും ഇതുവരെ ഇറാൻ അവർ തിരിച്ചാക്രമിച്ചിട്ടില്ല, പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇറാൻ നിലനിൽക്കണം. അത് അറേബ്യൻ രാജ്യങ്ങളുടെ ആവശ്യമാണ്. അത് അറേബ്യൻ രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ആവശ്യമാണ്, ലോകത്തിൻ്റെ ആവശ്യമാണ്. അമേരിക്കൻ വിരുദ്ധത എവിടെയൊക്കെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലുണ്ടോ അവരൊക്കെ ഉറക്കെ പറയേണ്ടത് ഇറാൻ ജയിക്കണമെന്നുള്ളതാണ്. ഇറാൻ്റെ ജയത്തോടു കൂടി മാത്രമേ സർവാധിപത്യം ഇവിടെ ഇല്ലാതാവൂ, ഏകാധിപത്യം ഇവിടെ അവസാനിക്കണമെങ്കിൽ ഇവിടെ ഇറാൻ ജയിക്കണം. അത് റഷ്യ പറയുന്നതാണ്, ചൈന പറയുന്നതാണ്, കൊറിയ പറയുന്നതാണ്, അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നതാണ്, മതേതര രാജ്യങ്ങൾ പറയുന്നതാണ്. 100-200ഓളം രാജ്യങ്ങൾ, 168-170ഓളം രാജ്യങ്ങൾ ഇറാൻ്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നു, എതിർത്ത് സംസാരിക്കുന്നു. അമേരിക്കയുടെ ആക്രമണത്തെ എതിർത്ത് സംസാരിക്കുന്നു. അമേരിക്കയ്ക്ക് അനുകൂലമായ രീതിയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല, ഒരു ഇസ്രായേൽ അല്ലാതെ. ഇസ്രായേലാണ് യുദ്ധം തുടങ്ങിയത്. നമ്മളിപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ട്, സമയക്കുറവാണ്. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സൗദി അറേബ്യയിലെ യാംബുവിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. അത് യുദ്ധം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. യാംബു എന്ന് പറഞ്ഞാൽ വലിയ റിഫൈനറി, ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്ന് യാംബുവിൻ്റെ മേഖലയാണ്. ഏറ്റവും വലിയ റിഫൈനറി എന്നല്ല, റിഫൈനറി 10-20 റിഫൈനറി ലോകാടിസ്ഥാനത്തിൽ എണ്ണുന്ന സമയത്ത് അത് ഒന്ന് യാംബുവിൻ്റെ പേര് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അമേരിക്കയുടെ പങ്കാളിത്തത്തോടെയുള്ള സാംറഫ് എന്ന് പറയുന്ന റിഫൈനറിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് എങ്ങനെയാണ്? അമേരിക്കയുമായിട്ട് പങ്കാളിത്തമുള്ള ഏത് സ്ഥാപനത്തെയും കമ്പനിയെയും തങ്ങൾ ആക്രമിക്കും. കാര്യം അവർ ഞങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങളെ 165ഓളം കുട്ടികളെ മൃഗീയമായ രീതിയിൽ കൊന്നിരിക്കുന്നു, അവരുടെ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും. അതാണ് അവർ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ US പങ്കാളിത്തമുള്ള ഈ പറയപ്പെട്ട സാംറഫ് എന്ന് പറയുന്ന 4 ലക്ഷം ബാരൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വലിയ വിപുലമായിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്നത്. അതിന് നേരെയാണ് ആക്രമണം. അത് ശക്തമായിരിക്കുന്ന ആക്രമണം, അത് ചെറിയ ആക്രമണമൊന്നുമല്ല. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിലുള്ള ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളിപ്പോൾ ഉണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഹോർമുസ് കടൽ അടച്ചു എന്ന് ആണല്ലോ അവർ പറയുന്നത്, ഇറാൻ പറയുന്നത്. ഹോർമുസ് കടൽ അടച്ചതിന് ശേഷം പിന്നീട് യാംബു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 1200 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അതിലൂടെ കൂടലോ അല്ലെങ്കിൽ പെട്രോളിയോ കൊണ്ടുവന്നിട്ട് പിന്നീട് അത് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ്. ഏകദേശം 4 ദശലക്ഷം, ചില റിപ്പോർട്ടിനകത്ത് 3.6 എന്നും കാണാൻ പറ്റുന്നു. അത്രയും ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഈ പറയപ്പെട്ട യാംബു കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ പൈപ്പ് ലൈൻ വഴിയാണ്. പൈപ്പ് ലൈൻ അതിനൊരു പരിധി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഇത് ഇവിടേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് പിന്നീട് ഒരിക്കലും പൈപ്പ് ലൈനിലൂടെ ഈ പറയപ്പെട്ട ഈ എണ്ണ അയക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പൊട്ട് വന്നാൽ ഇത് 1200 കിലോമീറ്ററിലും ഇത് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. കെടുത്താൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ യാംബുവിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഉൽപ്പാദിപ്പിക്കാനും അത് വിതരണം ചെയ്യാനും ഭയപ്പാടുണ്ടാവും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇറാൻ ഒറ്റക്കൈ പ്രയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഈ യാംബു എന്ന് പറയുന്ന മേഖല ഏകദേശം ചെങ്കടലുമായിട്ട് സാമീപ്യമുള്ളതാണ്, ചെങ്കടലിനോട് ചേർന്നിട്ടാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇത് ചെങ്കടൽ മേഖലയിലൂടെ സൂയസ് കനാൽ വഴിയാണ്
ഷിപ്പിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് തടസ്സമില്ലാതെ പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഹൂത്തികൾ സജീവമായിരിക്കുന്നു, അവർ ആക്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കാര്യം. എന്ന് പറഞ്ഞാൽ അവസാനത്തെ വെടിവെക്കുക ഹൂത്തികളായിരിക്കും. ഹൂത്തികൾ സജീവമാകാൻ വേണ്ടി ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിശ്ചലമാക്കപ്പെടുന്ന അല്ലാതെ ഇടപെടൽ കാര്യങ്ങളും നടത്താത്ത സമയങ്ങളിലെല്ലാം അവർ ആയുധ ശേഖരം നടത്തുക, നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. അഥവാ ഹൂത്തികൾ ആയുധം ശേഖരിക്കുകയും അത് സൂക്ഷിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലെ സംവിധാനം അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവുണ്ടായി കഴിഞ്ഞാൽ, അതായത് കടുത്ത രീതിയിലേക്ക് യുദ്ധം പോകുന്ന സമയത്ത്, കടുത്ത രീതിയിൽ ഇപ്പോൾ യുദ്ധമായിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അത് ഏതാണ് അവർ ഉദ്ദേശിക്കുന്ന കടുത്തത് എന്നുള്ളത് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. കടുത്ത രീതിയിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യും. ചെങ്കടലിലൂടെ കപ്പൽ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെടിവെക്കും എന്നുള്ളത് ഹൂത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കപ്പൽ ഓടിക്കില്ല. അങ്ങനത്തെ ഒരു വിഷയം വരാൻ പോകുന്നുണ്ട്. അങ്ങനെ രണ്ട് മേഖലയും മുട്ടിക്കഴിഞ്ഞാൽ, അഥവാ ഈ പറയപ്പെട്ട ഈ ഇറാൻ്റെ കൈവശത്തിലുള്ള കടലും ഈ പറയപ്പെട്ട ചെങ്കടലും, ഹോർമുസ് കടലും ചെങ്കടലും മുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പോകാനുള്ള ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഗേറ്റ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് അതിലൂടെ കപ്പൽ ഓടിത്തുടങ്ങിയാൽ അപ്പം തന്നെ പെട്രോളിയത്തിൻ്റെ വില കുത്തനെ ഉയരും. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാവും. അപ്പോൾ പെട്രോളിയത്തിൻ്റെ വില ഉയർന്നു കഴിഞ്ഞാലോ വിപണിയിൽ ആകമാനമുള്ള പ്രൊഡക്റ്റുകൾ, നിർമ്മാണ പ്രൊഡക്റ്റുകൾ അതിന് വില ഉയരും, സർവ്വ മേഖല വരും. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും. ലോകത്ത് മുഴുവൻ സാരമായിട്ട് അത് ബാധിക്കും. ഏറെക്കുറെ കമ്പനികൾ അടിച്ചുപൂട്ടിട്ട് ആയിപ്പോവും. ശമ്പളം കൊടുക്കാനില്ലാത്ത സ്ഥിതികൾ വരും. അതായത് ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുന്നു, എന്നാൽ വിതരണം ചെയ്തിട്ട് പണം സ്വരൂപിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, സ്ഥാപനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പം തന്നെ 5000-ഓളം ഹോട്ടലുകൾ കേരളത്തിൽ അടിച്ചുപൂട്ടിയിട്ട് ഏതൊരു പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഗ്യാസ് വിതരണം ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലുള്ള ഗ്യാസ് മാത്രമേ ഉള്ളൂ. കച്ചവടക്കാർക്കുള്ള ഗ്യാസുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ബ്ലോക്കായി നിൽക്കുകയാണ്. ഇനി മാറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ ഹോട്ടൽ അടിച്ചുപൂട്ടി. ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും, അത് നിർമ്മാണ പ്രവർത്തികൾ, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തികളും ഗ്യാസ് വഴി മാത്രമാണ്. വിറകും ചേരും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പ് കൂട്ടുന്ന കാലം കഴിഞ്ഞു, അത് അസ്തമിച്ചു. ഇപ്പോൾ അതിനൊന്നും ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇനി രണ്ടാമത് അത് ഉണ്ടാക്കണമെങ്കിൽ അത് അടുപ്പുണ്ടാക്കണം. എന്നിട്ട് വിറകിന് ഇപ്പോൾ വില കൂടി, ചേരിക്ക് ഇപ്പോൾ വില കൂടി, മറ്റെല്ലാ സാധനത്തിനും ഇപ്പോൾ വില കൂടാൻ വേണ്ടി പോവാണ്. കാര്യം ഒരു വിപണിയിൽ ഏതെങ്കിലും ഒരു വസ്തു വീണ് കഴിഞ്ഞാൽ അടുത്ത വസ്തുവിൻ്റെ വില കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, രണ്ട് കടൽ വളരെ നിർണായകമാണ്. അതിലൊന്ന് ചെങ്കടലാണ്, ഒന്ന് ഈ പറയപ്പെട്ട ഹോർമുസ് കടലാണ്. ഈ രണ്ട് കടലും ഇറാൻ്റെ കൈവശത്തിലാണ്. ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിലാണ്. ചെങ്കടൽ എന്ന് പറഞ്ഞാൽ ഹൂത്തികളാണ്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രവിശ്യ വിഭാഗമാണ്. അവിടെ ഷിയ മിലീഷ്യകളാണ്. അതുകൊണ്ട് ആ റൂട്ടിലൂടെ അത് പോകാൻ വേണ്ടി പറ്റും. കരമാർഗം നോക്കുന്ന സമയത്ത് ലെബനാന് ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ശക്തമായിരിക്കുന്ന യുദ്ധങ്ങളും ആക്രമണങ്ങളുമാണ് ഞങ്ങൾ നടത്തുന്നതെന്നൊക്കെ ഇസ്രായേൽ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഹൂത്തികൾ, ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിൻ്റെ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്തെന്ന റിപ്പോർട്ട്. അവരുടെ ഭൂമിയിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഭൂമിയിലേക്ക് യമനികൾ കയറിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്ന റിപ്പോർട്ടുകളൊന്നും അത് കൃത്യമായിട്ട് സത്യസന്ധമായ റിപ്പോർട്ടൊന്നുമല്ല. കുറഞ്ഞ ശതമാനം ഇവിടെ ഇപ്പോൾ ഇറാൻ്റെ അകത്ത് ഒരു സൈനിക മേധാവിയോ അല്ലെങ്കിൽ ആത്മീയ നേതാവോ ആര് മരണപ്പെട്ടാലും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കുക സ്വാഭാവികമാണ്. അത് ഗസയിൽ സ്ഥിരീകരിക്കും. എന്നാൽ നേരെ മറിച്ച് ഇസ്രായേൽ അതുണ്ടാവില്ല. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അത് കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അവിടെ ഉന്നതരായിരിക്കുന്ന പല ആളുകളും കൊല്ലപ്പെട്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ പാർലമെൻറ്റിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ആക്രമണം നടന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. ബംഗൂരു എയർപോർട്ടിന് നേരെ 4 പ്രാവശ്യമാണ് ആക്രമണം നടത്തിയത്. അത് എന്നിട്ട് അവിടുത്തെ യാത്രക്കാർ തലങ്ങും വിലങ്ങും വെപ്രാളപ്പെട്ട് ഓടുന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നു. ഇതൊന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ കുറേശ്ശെ ആയിട്ട് ചെറിയ രീതിയിൽ ആക്രമണം, ചെറിയ രീതിയിൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, സർവ്വ മേഖലയും ഇറാൻ യുദ്ധത്തിൻ്റെ ഭൂമികയാക്കി മാറ്റുകയാണ്. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അതായത് ഇറാനികൾക്ക് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ആരും ഭക്ഷണം കഴിക്കേണ്ട, ഞങ്ങൾ കുടിവെള്ളം ഇല്ലെങ്കിൽ ആരും വെള്ളം കുടിക്കേണ്ട, ഞങ്ങൾ രാജ്യം യുദ്ധമാണെങ്കിൽ അതിൻ്റെ കെടുതിയും ദുരന്തം മറ്റുള്ളവർ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ ഇത് യുദ്ധത്തിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഈ തരത്തിലാണ് ഇറാൻ ചിന്തിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധത്തെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്.
ഇറാന് മേൽ കീഴ്പ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. യുദ്ധത്തിൽ ഇപ്പോൾ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കയോ ഇസ്രായേലോ സംസാരിക്കുന്നില്ല. അതിൻ്റെ കാര്യം അത് നടക്കാത്ത വിഷയമാണെന്ന് മാത്രമല്ല, എത്രത്തോളം സൈനികർ അവരുടെ ഭൂപ്രദേശത്തേക്ക് കയറി വരുമോ അതിൽ ഒരു സൈന്യം പോലും തിരിച്ച് മടങ്ങാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്ന വിധമാണ് അതിൻ്റെ സൈനിക സംവിധാനം എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.